2026 വിഷു വർഷഫലം. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് 2026 വിഷുഫലം അനുസരിച്ച് പഠിതാക്കൾക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉന്നത പഠനത്തിന് പോയിരുന്നവർക്കൊക്കെ ആണെങ്കിലും പൊതുവെ മോശമായിട്ടുള്ള ഒരു അവസ്ഥകളൊക്കെ കുറേ കാലമായിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഉന്നത പഠനം ആഗ്രഹിച്ചവർക്കൊക്കെ അത് സാധ്യമാകാതിരുന്നിട്ടൊക്കെ ഉണ്ട്. വിദേശത്ത് പോയിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇപ്പോൾ തൊഴിലിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് അനുഭവിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ 2026 ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വ്യവസായ മേഖലകൾ മോശമാകുന്ന അവസ്ഥയിലേക്ക് മാറാം. വ്യവസായശാലകളൊക്കെ സ്വന്തമായിട്ട് നടത്തുന്നവർക്ക് അവിടെ നിന്ന് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ധനനഷ്ടമൊക്കെ വന്നു ചേരാം. സ്വന്തം വ്യവസായശാലകളെ വിൽക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. നഷ്ടത്തിൽ കലാശിക്കുന്ന വ്യവസായശാലകളെ വിൽക്കാൻ ശ്രമിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പലതരത്തിലുള്ള വെല്ലുവിളികളും നേരിടേണ്ടി വരുമെങ്കിലും ആത്മാർത്ഥത കൊണ്ട് നിങ്ങൾക്കതിനെയും അതുപോലെ ആത്മവിശ്വാസം കൊണ്ടും ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ടുമൊക്കെ അതിനെ നിങ്ങൾക്ക് കവർ ചെയ്യാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. അതിനെയൊക്കെ മറികടക്കാനായിട്ട് കഴിയുന്നതാണ്. സാമ്പത്തിക പരാധീനതകൾ ധാരാളമായിട്ട് അനുഭവപ്പെടുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഈ വിഷുവർഷം വാഹനം മാറ്റി വാങ്ങാനോ പുതിയ വാഹനം വാങ്ങാനോ ഒക്കെ കുറച്ച് വില കൂടിയ തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങാനോ ഒക്കെ യോഗം കാണുന്നുണ്ട്. മാതാവിനോ പിതാവിനോ ഒക്കെ രോഗാരിഷ്ടതകൾ പിടിപെടാനുള്ള സാഹചര്യവും വന്നു ചേരുന്നുണ്ട്. തൊഴിലിലെ സ്ഥാനചലനം, അതായത് സ്ഥാനമാറ്റം, ബന്ധുജനങ്ങളിൽ നിന്ന് സഹായമൊക്കെ കിട്ടാം. കോടതി കേസുകളുള്ളവർക്ക് വ്യവഹാര വിജയം ഉണ്ടാകാം. വ്യാപാരത്തിൽ ആദായം ലഭിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനെയൊക്കെ വ്യാപാര വ്യവസായ വാണിജ്യ രംഗത്തൊക്കെ ആദായം ലഭിക്കുന്നത് കൊണ്ട് അതിനെയൊക്കെ കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. ഷുഗർ രോഗങ്ങളുള്ളവർക്ക് അതുപോലെ തന്നെ പ്രഷറൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള ചികിത്സകളൊക്കെ ലഭ്യമാകുന്നത് നന്നായിരിക്കും. ഷുഗറിൻ്റെ ആ ഒരു അവസ്ഥ, ഷുഗർ ആധിക്യം വരുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല അസുഖങ്ങളും പിടിപെടാനും അതുമൂലം കൂടുതൽ രോഗസാധ്യതകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ചികിത്സകളൊക്കെ എടുക്കുക. ആരോഗ്യകാര്യത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. വാഹന ലാഭം കാണുന്നുണ്ട്. പുതിയ വാഹനം മേടിക്കുന്നതിനോടൊപ്പം വില കൂടിയ വാഹനമൊക്കെ മേടിക്കുന്നതിനോടൊപ്പം തന്നെ പഴയ വാഹനം മാറ്റി വാങ്ങാനൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ വളരെയേറെ സന്തോഷിക്കും. സന്താനങ്ങളുടെ പഠനമൊക്കെ കഴിഞ്ഞ് അവർ ആഗ്രഹിച്ച തരത്തിലുള്ള തൊഴിൽ കിട്ടുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിന് വളരെ സന്തോഷം ഉളവാകുന്നുണ്ട്. സന്താന ഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് അത് തുണയ്ക്കുന്നതാണ്. ചികിത്സകളൊക്കെ ഫലപ്രദമാകുന്നൊരു വർഷമാണ്. ഉപരിപഠനം ആശ്രയിച്ചവർക്ക് അത് സാധ്യമാകുന്നുണ്ട്. യുവതി യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. പ്രണയകർത്താക്കളാണെങ്കിൽ അവരുടെ ആ ഒരു പ്രണയം പൂത്തുലയാത്തത് കൊണ്ട് വലിയ വിഷമത്തിലാണ്. പക്ഷെ അത് മാതാപിതാക്കളുടെ ആ ഒരു ഇടപെടലുകളും മാതാപിതാക്കളുടെ സമീപനവും കൊണ്ട് അതിനും പരിഹാരമാകുന്ന ഒരു കാലമാണ്. പരിഹാരമായിട്ട് ശനീശ്വര പ്രാർത്ഥനകൾ നടത്തുന്നത് ഉത്തമമായിരിക്കും.